ഓം ശാന്തി. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ഗായത്രി കല്യാണ മണ്ഡപത്തിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഇരിങ്ങാലക്കുട സേവാകേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന ദ്വാദശ ജ്യോതിർലിംഗ ദർശനമേളയുടെ കവാടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഉള്ള 12 ശിവലിംഗങ്ങളെ കുറിച്ച് ഒന്ന് അറിയാം. സാധാരണ നമുക്കറിയാം, എല്ലാ ശിവക്ഷേത്രങ്ങളുടെയും മുൻപിൽ നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആദ്യമായി നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് തൊട്ടു മുന്നിലായി ശിവലിംഗത്തെയും വളരെ ഭംഗിയായ രീതിയിൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശിവലിംഗം 12 ശിവലിംഗ പ്രതിഷ്ഠകളിൽ പെടുന്നതല്ല. എന്നിരുന്നാലും ശരി, ഇതിനെ വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ഷേത്രത്തിന്റെ ദർശനത്തിലേക്ക് പോവാം. ദ്വാദശ ജ്യോതിർലിംഗ ദർശനത്തിലൂടെ സർവപാപങ്ങളും ഇല്ലാതെയായി ജീവൻ മുക്തി നേടുവാൻ സാധിക്കും എന്ന വിശ്വാസമാണ് സാധാരണയായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സോമനാഥ ക്ഷേത്രം. സോമേശ്വരൻ അഥവാ സോമനാഥൻ എന്നാണ് ഇവിടെ ശിവനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അജ്ഞാന അന്ധകാരത്തിൽ ഇരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സോമരസം കുടിപ്പിച്ച് ജീവൻ മുക്തിയുടെ വഴി കാണിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിന്റെ രീതിയിലാണ് ഈ പേര് വന്നിരിക്കുന്നത്. അറബിക്കടലിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ദ്വാദശ ലിംഗങ്ങളിൽ അടുത്ത ക്ഷേത്രമായ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ ദർശനത്തിലേക്ക് പോകാം. മല്ലികാർജുനൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രം ആന്ധ്രാപ്രദേശിൽ ശ്രീശൈല പർവ്വതത്തിന്റെ മുകളിൽ കൃഷ്ണ നദിയുടെ തീരത്തിനു സമീപം ഗംഗ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി എന്ന അർത്ഥത്തിലാണ്, അതായത് മായയോടുള്ള യുദ്ധത്തിൽ, ദുഃഖത്തിനോടുള്ള യുദ്ധത്തിൽ വിജയിപ്പിച്ച് അർജുനന്മാരാക്കി തീർത്തു എന്ന സ്മരണയ്ക്കു വേണ്ടിയിട്ടാണ് മല്ലികാർജുനൻ എന്ന നാമധേയം വന്നിരിക്കുന്നത്. അടുത്ത ക്ഷേത്രമാണ് മഹാകാലേശ്വര ക്ഷേത്രം. ഭാരതത്തിൽ മധ്യപ്രദേശിൽ ക്ഷിപ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഈ ശിവലിംഗത്തിനു മുകളിൽ 5 തലയുള്ള സർപ്പത്തെ വളരെ ഭംഗിയായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ വിശേഷതയാണ് ശിവലിംഗത്തിന് മുകളിൽ സാധാരണയായി കാണിച്ചിരിക്കുന്ന, അതായത് ധാര വീഴുന്നതിനുള്ള സജ്ജീകരണവും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. നമ്മളെ എല്ലാവരെയും അവസാന സമയം തിരികെ ശാന്തിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ശിവന് മഹാകാലേശ്വരൻ എന്ന നാമധേയം ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് ഓംകാരേശ്വര ക്ഷേത്രമാണ്. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വളരെ സുന്ദരകരമായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു ശിവലിംഗമാണ്, സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ഓംകാര അമലേശ്വരൻ എന്ന വേറൊരു പേരുമുണ്ട്. നർമ്മദ നദിയിലെ ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സത്യമായ അർത്ഥത്തെ, അതായത് ഓം എന്നതിന്റെ സത്യമായ അർത്ഥം എന്താണ്, സ്വയം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു എന്നതിന്റെ അർത്ഥത്തിലാണ് ഇവിടെ ശിവക്ഷേത്രത്തിന് ഓംകാരേശ്വരൻ എന്ന നാമധേയം നൽകിയിരിക്കുന്നു. വൈദ്യനാഥ ക്ഷേത്രം മഹാരാഷ്ട്രയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദോഡ് ജില്ലയിൽ പരളി എന്നുള്ള ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു.
ഭോഗികളായിട്ടുള്ള മനുഷ്യർക്ക് ഈശ്വരീയ ജ്ഞാനമാകുന്ന മരുന്നും യോഗമാകുന്ന ഇഞ്ചക്ഷനും കൊടുത്ത് ആത്മാക്കളെ നിരോഗികളാക്കി എന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വൈദ്യനാഥൻ എന്ന നാമധേയത്തിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ക്ഷേത്രത്തിന്റെ ശിവലിംഗത്തിനു മുകളിൽ ധാരയ്ക്കു വേണ്ടി 5 കുംഭങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഓരോ ആത്മാക്കളെയും രോഗത്തിൽ നിന്ന് മുക്തമാക്കുന്നതിനുള്ള ജ്ഞാനാമൃതം ഓരോ ആത്മാക്കളിലും എത്തിച്ചു എന്നതിന്റെ സ്മരണ കൂടിയായിരിക്കാം ചിലപ്പോൾ ഈ കുടങ്ങൾ. അടുത്തതായി മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഭീമാശങ്കരൻ ക്ഷേത്രമാണ്. പേര് ഭീമാശങ്കരൻ എന്നായിരുന്നാലും ശരി, ഇവിടുത്തെ ശിവലിംഗം വളരെ ചെറുതാണ്. മഹാരാഷ്ട്രയിൽ പൂനെയുടെ അടുത്ത് ഭീമാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഈ പേര് വരാൻ കാരണം വികാരങ്ങളാകുന്ന രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും നമ്മൾ ഓരോ ആത്മാക്കളെയും മുക്തമാക്കി എന്ന സ്മരണയ്ക്കായിട്ടാണ് ഭീമാശങ്കരൻ എന്ന പേര് ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രമായ രാമേശ്വര ക്ഷേത്രത്തിന്റെ ദർശനത്തിലേക്ക് പോകാം. രാമേശ്വര ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഭാരതത്തിന്റെ തെക്കുഭാഗത്ത് കടലോരത്തിൽ രാമനാഥപുരം സംസ്ഥാനത്തിൽ രാമേശ്വരത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥസ്ഥാനമാണ് ഈ ക്ഷേത്രം. നമുക്ക് ഏറ്റവും സമീപത്തായി ദർശിക്കുവാൻ കഴിയുന്ന ക്ഷേത്രം എന്നൊരു മഹത്വവും കൂടി രാമേശ്വര ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മൂർത്തിയുടെ പ്രത്യേകതയാണ് മുകളിൽ വലിയ ശിവലിംഗവും അതിന് തൊട്ട് താഴെയായി ഒപ്പം തന്നെ ചെറിയ ശിവലിംഗവും ഇതിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ 5 തലയുള്ള സർപ്പത്തിനെയും ഈ ക്ഷേത്രത്തിൽ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. ശ്രീരാമനും സർവശക്തികളും പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് രാമേശ്വരൻ എന്ന പേര് ഈ ക്ഷേത്രത്തിന് നൽകിയിട്ടുള്ളത്. അടുത്തതായി നാഗേശ്വര ക്ഷേത്രമാണ്. ഭാരതത്തിലെ ഗുജറാത്ത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശില്പികൾക്ക് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. കലിയുഗത്തിൽ മനുഷ്യാത്മാക്കളിലുള്ള വികാരങ്ങളാകുന്ന സർപ്പങ്ങളെ ജ്ഞാനയോഗ ശക്തി കൊണ്ട് ഭസ്മമാക്കി സത്യമായ സുഖം അനുഭവിക്കുന്നതിനുള്ള വഴി കാണിച്ചുകൊടുത്തു എന്നതുകൊണ്ടാണ് നാഗേശ്വരൻ എന്ന പേര് ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. അടുത്തതായി അടുത്ത ക്ഷേത്രത്തിന്റെ ദർശനത്തിലേക്ക് പോകാം. അടുത്തതാണ് വിശ്വനാഥ ക്ഷേത്രം. ഭാരതത്തിലെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അനേക തീർത്ഥസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. ഇതിനെ തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്നും പറയുന്നത്. ഇതിനെ മുക്തി ക്ഷേത്രം എന്നും പറയും. ഇത് ഗംഗാ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സത്യയുഗം അഥവാ സ്വർഗം എന്ന പുതിയ ലോകം സ്ഥാപിക്കുന്ന കാര്യം ചെയ്തു വിശ്വത്തിന് മുഴുവനും പുതിയ ലോകം സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ക്ഷേത്രത്തിന് വിശ്വനാഥ ക്ഷേത്രം എന്ന പേര് വന്നിരിക്കുന്നത്. അടുത്തതാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ത്രയംബകേശ്വര ക്ഷേത്രം. മഹാരാഷ്ട്രയിൽ നാസിക് റോഡിൽ ബ്രഹ്മഗിരി മലയിൽ ഗോദാവരി നദി ഉത്ഭവിക്കുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ഗദ്യത്തിൽ ഒരു കുഴിയിൽ 3 ലിംഗങ്ങൾ ഒന്നിച്ച്, അതായത് ഇതിന്റെ പ്രത്യേകത 3 ചെറിയ ശിവലിംഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ത്രിമൂർത്തികൾക്കും കൂടി ശക്തി നൽകുന്ന, ത്രിമൂർത്തികളുടെയും കൂടി രചയിതാവാണ് എന്നുള്ള സ്മരണയ്ക്കും കൂടിയിട്ടാണ് 3 ചെറിയ ശിവലിംഗങ്ങൾ കാണിച്ചിരിക്കുന്നത്. അടുത്തതാണ് കേദാരനാഥൻ. ഭാരതത്തിലെ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 ഭാഗവും മഞ്ഞാൽ മൂടപ്പെട്ട് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ് കേദാരനാഥൻ. ആരാണോ ഈശ്വരനിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ച് ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച് നടന്ന് പവിത്രമാക്കി എന്നുള്ളതിന്റെ ആധാരത്തിലാണ് കേദാരനാഥൻ എന്ന പേര് ഈ ശിവക്ഷേത്രത്തിന് വന്നിരിക്കുന്നത്. അടുത്ത ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണേശ്വര ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ദ്വാദശ ജ്യോതിർലിംഗ ദർശനങ്ങളിൽ ഏറ്റവും അവസാനത്തെ ക്ഷേത്രമാണ് കൃഷ്ണേശ്വര ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന് സമീപം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ അഭാവത്തിൽ വളരെ ശോചനീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടും ജ്ഞാനത്താൽ ഉണർത്തി അമരലോകത്തിലേക്ക് പോകുവാൻ യോഗ്യരാക്കി മാറ്റി എന്നതിന്റെ ആധാരത്തിലാണ് ഈ ക്ഷേത്രത്തിന് കൃഷ്ണേശ്വരൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. 12 ശിവലിംഗ ദർശനങ്ങളോടനുബന്ധിച്ച് ഇവയുടെ എല്ലാം ആധ്യാത്മിക രഹസ്യവും ഒപ്പം ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്യുന്നതും എക്സിബിഷൻ സ്റ്റാളുകളും ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ഓരോരുത്തരും ഈ 12 ശിവലിംഗ ദർശനത്തിന് ശേഷം ഈ സ്റ്റാളുകളിൽ വന്ന് ഇവിടെ കാണിച്ചിട്ടുള്ള ഓരോ ചിത്രങ്ങളുടെയും ആധ്യാത്മിക രഹസ്യത്തെയും കൂടി പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിച്ചിട്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ദ്വാദശ ലിംഗ ദർശനം മാത്രമല്ല, ഓരോ ആത്മാക്കളെയും ശരിയായ രീതിയിൽ ബോധവൽക്കരിച്ച് ശരിയായ ശാന്തിയും സുഖവും പ്രദാനം ചെയ്യുക എന്നൊരു ലക്ഷ്യവും കൂടി ഈ മേള കൊണ്ട് ബ്രഹ്മകുമാരീസ് ലക്ഷ്യമാക്കുന്നുണ്ട്. ഈ എക്സിബിഷൻ സ്റ്റാളുകളിൽ ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനം ഇവയെക്കുറിച്ചുള്ളതാണ്. സ്വയം നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ ചിന്തകൾ എപ്രകാരമാണ് ആകേണ്ടത്, എപ്രകാരമുള്ള ചിന്തകളാണ് വരേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള അറിവ്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും സൃഷ്ടികർത്താവായ രചയിതാവായ സർവശക്തിമാനായ ആ ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എവിടെയാണ്, ഈശ്വരന്റെ കർത്തവ്യം എന്താണ്, ഇവയെക്കുറിച്ചുള്ള അറിവും ഇവിടെ നൽകുന്നുണ്ട്. ഒപ്പം സൃഷ്ടിയുടെ രഹസ്യം, അതായത് ഇതേത് കാലഘട്ടത്തിലൂടെ, സൃഷ്ടിയുടെ ഏത് അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, കാലചക്രം എങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമയത്തിന്റെ മഹത്വം എന്താണ്, കർമ്മത്തിന്റെ നിയമം എന്താണ്, സൃഷ്ടിയുടെ നിയമം എന്താണ്, ഇവയെക്കുറിച്ചും ഈ എക്സിബിഷൻ സ്റ്റാളുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം രാജയോഗത്തെക്കുറിച്ചും ഉള്ള അറിവ് നൽകുന്നു. രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജയോഗത്തിലൂടെ നമുക്ക് എന്തെല്ലാമാണ് നേട്ടങ്ങൾ